അനുഗ്രഹീതനായ ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് റബീഉൽ അവ്വൽ 1 ഹബീബായ പ്രവാചകന്റെ മാസം. ഈ കാണുന്ന പ്രപഞ്ചത്തിനു മുഴുവനും അനുഗ്രഹമായി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ച, ലോകത്തിനു മുഴുവൻ കാരുണ്യമായി റഹ്മത്തായി അനുഗ്രഹമായി കടന്നു വന്ന ഹബീബായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനെ കുറിച്ച് വാഴ്ത്തപ്പെടുകയും ആ പ്രവാചകന്റെ അനുധാവനങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുകയും ആ പ്രവാചകനെ സ്മരിക്കുകയും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയും ആ പ്രവാചകന്റെ മധുഹകൾ അന്തരീക്ഷത്തെ മനോഹരമാക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതലായി നാം കേൾക്കേണ്ട മാസം, ആ പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട മാസം, ആ പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുകൾ നാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട മാസം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കറകടന്ന സ്നേഹത്തോട് കൂടി നെഞ്ചിലേറ്റേണ്ട മാസം, ആ പ്രവാചകന്റെ ഒരു യഥാർത്ഥ അനുയായിയായി, യഥാർത്ഥ പ്രവാചക സ്നേഹിയായി നമ്മൾ മാറേണ്ട മാസം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ സമക്ഷത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുകയാണ്. എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതായി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ സ്വത്തുക്കളെക്കാൾ, എല്ലാത്തിനേക്കാൾ കൂടുതൽ ഞാൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയെ എന്ന് പ്രവാചകന്റെ മുമ്പിൽ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ അനുരാഗത്തെ പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറയുന്ന മറുപടി, ഉമറേ, നീ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ, നീ യഥാർത്ഥ വിശ്വാസിയായി, ഒരു കറകളഞ്ഞ മുഅ്മിനായി നീ മാറണമെങ്കിൽ, നീ ഇപ്പോൾ പറഞ്ഞത് നീ കഴിഞ്ഞാൽ പിന്നീട് നീ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. നേരെ മറിച്ച് നീ നിന്നേക്കാൾ കൂടുതലും എന്നെ സ്നേഹിക്കുന്നത് വരെ നീ ഒരു യഥാർത്ഥ മുഅ്മിനായി പരിപൂർണ ഈമാനിന്റെ ഉടമയാകില്ല ഉമറയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ, യഥാർത്ഥ മുഅ്മിനായി മാറണമെങ്കിൽ, മറ്റൊന്നിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നോടുള്ള അനുരാഗമുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥ മുഅ്മിനായി, ഒരു യഥാർത്ഥ വിശ്വാസിയായി നിങ്ങൾ മാറുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റബീഉ മാസത്തിൽ ആ പ്രവാചകനോടുള്ള സ്നേഹത്തെ നമ്മൾ പഠിക്കുമ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ആ പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങൾ, സംഭവങ്ങൾ, നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റെന്തിനേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചവർ, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ഹബീബായ പ്രവാചകനോടുള്ള അനുരാഗത്തെ നെഞ്ചിലേറ്റിയവർ, വിശുദ്ധമായ ഖുർആനിൽ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുയായി ഒരു യുദ്ധവേളയിൽ ആ സഹാബിയുടെ പിതാവ് കടന്നു വരികയാണ്. എന്നിട്ട് തന്റെ ഭാര്യയും തന്റെ മകന്റെ മാതാവുമായ
ആ സഹാബിയുടെ ഉമ്മയെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് പ്രകോപിതനാക്കുവാൻ വേണ്ടി. പക്ഷേ ആ സഹാബി ക്ഷമയോടുകൂടി തന്റെ പിതാവല്ലേ എന്ന രീതിയിൽ ക്ഷമിച്ചു പിന്മാറുകയാണ്. തന്റെ മാതാവിനെ ആക്ഷേപഹാസ്യങ്ങൾ ചൊരിയുമ്പോഴും അതുകൊണ്ടും പ്രകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ തന്റെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ ഹബീബായ തിരുദൂതരെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുന്നത് സഹിക്കാൻ കഴിയാതെ ഊരിപ്പിടിച്ച വാളുമായി തന്റെ പിതാവിന്റെ തലയറുത്തു മാറ്റി ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സഹാബിയോട് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെല്ല് നീരസം പ്രകടിപ്പിക്കുകയാണ്. നിന്റെ പിതാവല്ലയോ, നിന്റെ പിതാവായിരുന്നില്ലയോ? ആ സമയത്താണ് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് ഓതിക്കൊടുക്കുന്നു, മുത്ത് ഹബീബേ, മറ്റെന്തിനേക്കാൾ കൂടുതൽ, സ്വന്തം ജീവനേക്കാൾ, മാതാപിതാക്കളെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരെ അങ്ങയുടെ കൂട്ടത്തിൽ, അങ്ങയുടെ അനുയായികളിൽ ഉണ്ട് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന വചനമുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. എന്തിനേക്കാൾ കൂടുതൽ, എന്തിനേക്കാൾ കൂടുതൽ, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മകനുണ്ട് അബ്ദുറഹ്മാൻ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇസ്ലാമിലോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ഇസ്ലാമിലോട്ട് കടന്നു വന്ന അബ്ദുറഹ്മാനും പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തമ്മിൽ സംഭാഷണം, കുശലാന്വേഷണങ്ങൾ നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ മകനായ അബ്ദുറഹ്മാൻ അബൂബക്കർ ആകുന്ന പിതാവിനോട് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പിതാവേ, ബദറിന്റെ യുദ്ധരണാങ്കണത്തിൽ, ബദറിന്റെ പോരാട്ടഭൂമിയിൽ ഞാൻ അങ്ങയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ അങ്ങയെ അന്വേഷിച്ചൂരിപ്പിടിച്ച വാളുമായി ഞാൻ നടക്കുകയായിരുന്നു. എന്റെ മുമ്പിൽ അങ്ങ് വന്നു പെട്ടതാണ്. എന്റെ പിതാവായ അങ്ങ് എന്റെ വാളിന്റെ മുമ്പിൽ വന്നു പെട്ടതാണ്. പക്ഷേ എന്റെ പിതാവല്ലേ എന്ന രീതിയിൽ, ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ, എനിക്ക് ജന്മം നൽകിയ പിതാവല്ലേ എന്നതിന്റെ പേരിൽ ഞാൻ അങ്ങയെ വിട്ടയച്ചതാണ് പിതാവേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, മകനെ, ആ ബദറിന്റെ യുദ്ധരണാങ്കണത്തിൽ എന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആക്ഷേപഹാസ്യങ്ങൾ ചൊരിഞ്ഞ ആ പ്രവാചകനെ വധിക്കാൻ വേണ്ടി കടന്നു വന്ന മക്കാ കുഫാറുകൾക്കിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ തെരഞ്ഞത് അബ്ദുറഹ്മാനെ നിന്നെയായിരുന്നു. നീ എങ്ങാനും എന്റെ വാൾത്തലപ്പിന്റെ മുന്നിൽ പെട്ടിരുന്നുവെങ്കിൽ എന്റെ ഹബീബിനെതിരെ നിന്ന് നിന്റെ തലയിറക്കാൻ ഞാൻ ഒരു മടിയും കാട്ടുമായിരുന്നില്ല എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ചരിത്രമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു സഹാബത്തിനു വലുത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ റബീഅ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ട മാസം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ നമ്മുടെ കർമ്മപദങ്ങളിൽ പ്രതിഫലിപ്പിക്കേണ്ട, കർമ്മപദങ്ങളിൽ കൊണ്ടുവരേണ്ട മാസമാണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിശേഷപ്പെട്ട നിമിഷങ്ങൾ സംഗമിക്കുന്ന അപൂർവമായ നിമിഷം. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ അറബി തമ്പുരാക്കന്മാരെ ആഭാസങ്ങളുടെയും അശ്ലീലങ്ങളുടെയും അനാചാരങ്ങളുടെയും വിഗ്രഹപൂജയുടെയും അടിമത്തത്തിന്റെയും ചങ്ങലകളിൽ നിന്ന്
വിമോചനത്തിന്റെ ആ വിശ്വഗോപുരത്തിലേക്ക് ആനയിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം. അതേപോലെ തന്നെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ മാതൃരാജ്യം മോചിതമായ ആ ഒരു സുന്ദരമായ സന്തോഷത്തിന്റെ നിമിഷം, ഇത് രണ്ടും കടന്നു വരുന്ന വളരെയേറെ മനോഹരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ലക്ഷ്യത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലെ ഒരു റബീഇൽ അറേബ്യൻ മരുഭൂമിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത്. മനുഷ്യനെ ബന്ധിക്കപ്പെട്ടിരുന്ന, മനുഷ്യനെ അടിമകളാക്കപ്പെട്ടിരുന്ന ചങ്ങലകളിൽ നിന്ന്, അടിമച്ചങ്ങലകളിൽ നിന്ന്, ആഭാസങ്ങളുടെയും അശ്ലീലങ്ങളുടെയും വിഗ്രഹപൂജയുടെയും എല്ലാം അടിമത്തത്തിന്റെയും എല്ലാം ചങ്ങലകളിൽ നിന്ന്, അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മാനവകുലത്തെ, മനുഷ്യകുലത്തെ വിമോചിപ്പിക്കുവാനാണ്, സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്, കൈപിടിച്ചുയർത്തുവാനാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു റബീഇൽ അറേബ്യൻ മരുഭൂമിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ പല രീതിയിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ പല വിമോചന നായകന്മാരും കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അനുയായികളും ഉണ്ടായിട്ടുണ്ട്. അവർ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും സമത്വത്തിനും വേണ്ടിയെല്ലാം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിനു മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനും ആത്മാവിനും മോചനം പ്രഖ്യാപിച്ച ആ ഒരു മോചനത്തിലേക്ക് ആനയിച്ച മനുഷ്യനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ കല്ലുകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യൻ മനുഷ്യനെ അടിമകളാക്കുന്ന കാലഘട്ടമാണ്. വർണ്ണവർഗ വൈജാത്യങ്ങളുടെ പേരിൽ മനുഷ്യൻ അടിമകളാക്കപ്പെടുന്ന കാലം. അതേപോലെ തന്നെ ജനിച്ചു വീണത് പെൺകുഞ്ഞാണ് എങ്കിൽ, പെൺകുഞ്ഞാണ് ജനിച്ചു വീണത് എങ്കിൽ മരുഭൂമിയിലെ മണ്ണിന്റെ അടിയിലേക്ക് ജീവനോടുകൂടി പുതച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം. സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും നൽകപ്പെട്ടിട്ടില്ലാത്ത, വളരെയേറെ മോശമായ, ഭൂമിയുടെ തൊലിപ്പുറത്ത് നടക്കുന്ന മോശത്തരങ്ങളുടെ പേരിൽ വാനലോകത്തുള്ള മാലാകമാര് പോലും ഭൂമിയിലോട്ട് നോക്കാൻ മടിച്ചിരുന്ന കാലഘട്ടമെന്ന് എഴുത്തുകാർ വിശേഷിപ്പിച്ചിരുന്ന അത്രമേൽ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ മോശത്തരങ്ങളുടെയും ആഭാസങ്ങളുടെയും വിഗ്രഹപൂജയുടെയും അടിമത്തത്തിൽ നിന്നാണ് മാനവകുലത്തെ, മനുഷ്യകുലത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ചുയർത്തുന്നത്. പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധവേളയിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യ നേതൃത്വത്തിൽ പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ്. അവസാനം പേർഷ്യൻ സൈന്യത്തിന്റെ സൈന്യാധിപൻ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പേർഷ്യൻ സൈന്യാധിപനായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുകയാണ്. വളരെയേറെ വിലപിടിപ്പുള്ള മരതകങ്ങളാലും അതേപോലെ തന്നെ രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ടു നിൽക്കുന്ന പട്ടുപരവതാനികളാൽ അലങ്കരിക്കപ്പെട്ടിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു സാധാരണ വേഷത്തിൽ, ഒരു കുന്തവുമായി അതേപോലെ പരിചയമായി തന്റെ വാളുമായി കടന്നു ചെല്ലുകയാണ്. എല്ലാവരും ഇങ്ങനെ വളരെയേറെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കൊട്ടാരത്തിന്റെ ഇരിപ്പിടത്തിലിരിക്കുമ്പോ അതിന്റെ നടുവിലൂടെ കടന്നു ചെന്നുകൊണ്ട് റുസ്തം എന്ന് പറയുന്ന പേർഷ്യൻ സൈന്യാധിപതിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചക അനുയായി പറയുന്നുണ്ട്,
ഹബീബായ പ്രവാചകന്റെ നിയോഗ ലക്ഷ്യം, വിശുദ്ധമായ ഇസ്ലാമിന്റെ ലക്ഷ്യം, ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തുൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഹബീബായ പ്രവാചകൻ കടന്നു വന്നത് മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഏകനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യരെ അടിമകളാക്കുന്നത് തടയാൻ വേണ്ടിയാണ്. ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം തന്റെ അടിമത്തത്തെ അംഗീകരിക്കുന്ന ഒരു ആദർശധീരനായ ഒരു മനുഷ്യനെ മാറ്റുവാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത് എന്ന് മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനുള്ള അവകാശമില്ല എന്ന് തന്റെ അനുയായികളെ പഠിപ്പിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകന്റെ അനുയായികൾ ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ് അവന്റെ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ബോധ്യം തങ്ങളുടെ ഹൃദയത്തിൽ കുത്തിവെക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു പ്രവാചകന്റെ അനുയായികൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടം ഈജിപ്തിലെ ഗവർണറായിരുന്നു മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. ആ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ആ നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മകനുമായി കുതിരപ്പന്തയം നടത്തുകയാണ്, കുതിരയോട്ട മത്സരം നടത്തുകയാണ്. അങ്ങനെ ആ കുതിരയോട്ട മത്സരത്തിൽ ഭരണാധികാരിയുടെ അംർ ഇബ്നു ആസിന്റെ മകനും സാധാരണക്കാരനായ ആ മനുഷ്യനും തമ്മിൽ മത്സരം നടക്കുന്നു. അവസാനം അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പരാജയപ്പെടുകയാണ്. അന ഇബ്നുൽ അക്രമീൻ, ഞാൻ മാന്യന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധാരണക്കാരനായ മനുഷ്യനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, പ്രഹരിക്കുകയാണ്. അങ്ങനെ ഭരണാധികാരിയുടെ മകൻ എന്നെ ആക്രമിച്ചു, ഈ നാട്ടിൽ എനിക്കൊരു പക്ഷേ നീതി ലഭിക്കില്ല, ഈ നാട്ടിലെ ഈജിപ്തിലെ കോടതിയിൽ എനിക്കൊരു പക്ഷേ നീതി ലഭിക്കില്ല. ഭരണാധികാരിയായ അംർ ഇബ്നു ആസിന്റെ മകനെതിരിൽ ആരും ഇവിടെ ഒരു ഉത്തരവും പറയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് മഹാനായ ആ മനുഷ്യൻ. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അകാരണമായി പ്രഹരിച്ചതിന്റെ പേരിൽ ആ മകനെതിരെയുള്ള ശിക്ഷാ നടപടി പ്രസ്താവിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, മത്തസ്തഅബദതുമുന്നാസ് വഖദ് വലത്തുഹും ഉമ്മഹാതുഹും അഹറാറ. ഉമ്മമാർ സ്വതന്ത്രമായി പ്രസവിച്ച മനുഷ്യരെ അടിമകളാക്കുവാൻ നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് അവകാശം ലഭിച്ചത്? ഉമ്മമാർ സ്വതന്ത്രരായി ഈ ഭൂമിയിൽ ജന്മം നൽകിയ മക്കളെ അധികാരത്തിലൂടെ, സമ്പത്തിലൂടെ, മറ്റ് കാടൻ നിയമങ്ങളിലൂടെ അടിച്ചമർത്തുവാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ അധ്യാപനത്തെ ഹൃദയത്തിലെത്തിയ ആ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ് അവന്റെ സ്വാതന്ത്ര്യം. ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കിയ ആ അധ്യാപനത്തെ നെഞ്ചിലേറ്റിയ നമ്മുടെ മുൻഗാമികളായ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വർഷങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ അക്രമങ്ങളിൽ നിന്ന്, അവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ മുൻപിൽ നിന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ഇന്ത്യൻ മുസ്ലിമുകൾ. ഇന്ന് പല ചരിത്രങ്ങളും വിസ്മരിക്കപ്പെടുകയാണ്. പല ചരിത്രങ്ങളും തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്ന ചരിത്രങ്ങളെല്ലാം ഇന്ന് തിരുത്തി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാഠ്യപദ്ധതികളിലൂടെയും മറ്റും കുരുന്നുമക്കളുടെ മനസ്സിലേക്ക് പോലും വ്യാജമായ ചരിത്രങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിനിറച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്താണ് ചെയ്തത് എന്ന കൃത്യമായ പഠനം നടത്തൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. 1700-കളിൽ മഹാനായ ഇന്ത്യ കണ്ട കാലത്തെയും മികച്ച ഹദീസ് പണ്ഡിതനായിരുന്ന മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ് ആദ്യമായി ബ്രിട്ടീഷുകാരുടെ അക്രമ ഭരണത്തിനെതിരെ തന്റെ എഴുത്തിലൂടെയും തന്റെ ദർസുഗാഹിലൂടെയും തന്റെ പ്രഭാഷണങ്ങളിലൂടെയും പോരാട്ടം തുടങ്ങുന്നത്.
പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിരുന്ന മഹാനായ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി മോശമായ ഭരണം, അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ അപഹരിക്കുവാനും ഇവിടത്തെ ജനങ്ങളെ അടിമപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഇംഗ്ലീഷ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുകയും അവരെ ഈ രാജ്യത്തിൽ നിന്ന് തുരത്തിയോടിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഈമാനുള്ള വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്, ഫത്വ പുറപ്പെടുവിക്കുകയാണ് മഹാനായ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അക്കാലഘട്ടത്തിലാണ് ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായിരുന്ന മഹാനായ ഷഹീദ് മില്ലാ ഫത്ഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ബ്രിട്ടീഷുകാരുടെ പോരാട്ടങ്ങൾക്കെതിരിൽ, ബ്രിട്ടീഷുകാരുടെ അക്രമങ്ങൾക്കെതിരിൽ, അവരുടെ കൈകടത്തലുകൾക്കെതിരിൽ ചങ്കൂറ്റത്തോടുകൂടി ആ ഭരണാധികാരികൾക്ക് മുമ്പിൽ നിന്നത് മഹാനായ ഷഹീദ് മില്ലാ ഫത്ഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. തന്റെ ജീവിതകാലം മുഴുവനും തന്റെ ജന്മനാടിനു വേണ്ടി പടപൊരുതിയ ആ മനുഷ്യൻ അവസാനം ചതിയിലൂടെ, വഞ്ചനയിലൂടെ തന്റെ കൊട്ടാരത്തിന്റെ ചാരത്ത്, തന്റെ കോട്ടയുടെ ചാരത്ത് മരിച്ചു കിടക്കുമ്പോഴാണ് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചിലോട്ട് തന്റെ കാല് കയറ്റി വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഇന്നു മുതൽ, ഫ്രം ടുഡേ, ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. ഇന്നിതാ നമുക്കെതിരിൽ ഏറ്റവും ശക്തിയോടുകൂടി നിന്നിരുന്ന, ആത്മവിശ്വാസത്തോടുകൂടി നമുക്കെതിരിൽ ഒരു തൊരിമണ്ണ് പോലും വിട്ടു നൽകില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി പോരാട്ടം നടത്തിയിരുന്ന ടിപ്പു സുൽത്താൻ ഇതാ മരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ രാജ്യത്തെ കൈപ്പിടിയിലൊതുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിയുകയാണ്. ആ ആഹ്ലാദം അവർ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഹബീബിന്റെ ഈ പുണ്യമായ റബീഉ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതനായത് മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്കും എല്ലാ അടിമച്ചങ്ങലകളിൽ നിന്ന്, അത് വിശ്വാസത്തിന്റെ, അത് അനാചാരത്തിന്റെ, അത് വിഗ്രഹപൂജയുടെ, അത് എന്തിന്റെയും ആവട്ടെ, ആ എല്ലാ അടിമച്ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി കിടന്നു വന്ന പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകന്റെ അധ്യാപനത്തെ ഉൾക്കൊള്ളുന്ന ഓരോ മനുഷ്യര, ഓരോ മുഅ്മിനീകളായ നാം ഓരോരുത്തരും നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, നമ്മുടെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യം മറ്റാരാളും ഭീകര ഭരണകൂടങ്ങളാൽ അപഹരിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കൃത്യമായ ബോധവും അവബോധവും ഉള്ളവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.